അപ്പോൾ ഹൈ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. ഗ്രാനി അമ്മച്ചിയുടെ ഗെയിമാണ് ഗ്രാനി. നമ്മളതാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഈസി മോഡ് ഇടാം. ഈസി മോഡ് മതി, അതാ നല്ലത്. അയ്യോ ഈസി മോഡ് ആയില്ല. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഡേ 1. അപ്പം നമ്മളിത് ഇവിടുന്ന് എണീക്കുന്നുണ്ട്. മെല്ലെ നമുക്ക് എസ്കേപ്പ് ആവാൻ നോക്കാം. ഏത് എസ്കേപ്പ് ആണെന്ന് അറിയില്ല. ഈ കളി തോറ്റാൽ നമ്മൾ അടുത്ത കളി പിടിക്കും. ഇവിടെ ലീവ് ദിസ് ഹൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച് ഗ്രാനി അമ്മച്ചീനെ ഒന്ന് വിളിക്കാം. ഗ്രാനി അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കണ്ടം വഴി ഓടുക. അമ്മച്ചി ചിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇതിപ്പോൾ ഗ്ലിച്ചാണ് ഗൈസ്. ഗ്ലിച്ച് വർക്കാവുമെന്ന് നോക്കാം. നമുക്ക് വർക്കാവുമെന്ന്. ഈ ഗ്രാനി അമ്മച്ചി അങ്ങോട്ട് പോകുമ്പം നമുക്ക് ചുറ്റി ചെയ്യാൻ ആവശ്യമില്ല. പ്ലാങ്ക് തന്നാലെ ഗ്രാനി അമ്മച്ചി നമുക്ക് പൊട്ടിച്ചു തരും. ഗ്രാനി അമ്മച്ചി വന്നിട്ടുണ്ട്. സക്സസ് ആണ്. അപ്പോൾ അത് ഗ്രാനി അമ്മച്ചി തുറന്നിട്ടുണ്ട്. എനിക്ക് ചുറ്റിക്കേണ്ടിയൊന്നും ആവശ്യമില്ല. ഈസി പീസി ആയിട്ട് ഗ്രാനി അമ്മച്ചി തന്നെ തുറന്നു തന്നിട്ടുണ്ട്. ഗ്രാനി അമ്മച്ചി പോയിട്ട് നമുക്കിനി അവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഗ്രാനി എസ്കേപ്പ് ആവാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. തോറ്റാത്തൊക്കെ അടുത്ത തവണ പിടിക്കും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ കളിക്കുന്നത്. ഗ്രാനി വെച്ച് പോകുന്നുണ്ട്. പോയി. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പം ഗ്രാനി അമ്മച്ചി പോയിട്ടുണ്ട്. നമുക്ക് പയ്യെ അങ്ങ് ഇറങ്ങാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം. നമുക്കൊരു കോകുവീലുണ്ട്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഒരു ഡൗട്ട് ഗ്രാനി വെച്ച് വരുന്നുണ്ടോന്ന്. ഇല്ല വരുന്നുണ്ട് ഗൈസ്. ചിരിക്കുന്നുണ്ട്. സീനില്ല. നമുക്ക് മെല്ലെ ഒന്ന് നോക്കാം. സീനില്ല. അറിയാണ്ട് ഡ്രോപ്പ് ഞെക്കിപ്പോയി. എന്ത് കഷ്ട. തള്ള ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തള്ള ചിരിക്കുന്നുണ്ട് ഗ്രാനി അമ്മച്ചി.
പോയി നോക്കാം. അപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് മെല്ലെ ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്ക് നേരെ താഴേക്ക് പോവാം. ഗ്രാനി അമ്മച്ചി കയറുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത് നടക്കുന്ന ശബ്ദം കേട്ടു. അപ്പം നമ്മളെ കണ്ടിട്ടുണ്ട്. നമുക്ക് 100-110 ഓടാം. നമ്മൾ സ്പീഡിൽ അയ്യോ ഞാനെന്താ കാണിക്കുന്നത്. അപ്പം ഞാനിത് ഇവിടെ തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദം കേട്ട് അമ്മച്ചി അങ്ങോട്ട് പോയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തപ്പാം. സ്പാർക്ക് പ്ലഗ് പാർട്ട് ഓഫ് എ ഷോട്ട് ഗൺ. അമ്മച്ചി ചിരിക്കുന്നുണ്ട് ഗൈസ്. സീനില്ല. അല്ല, നമുക്ക് ഇവിടെ നിന്നോ ശബ്ദമാക്കാം. അവിടെ ശബ്ദമാക്കിയിട്ടുണ്ട്. അപ്പം അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് നേരെ തോക്കിൻ്റെ പാർട്ട് കൊണ്ടുപോയി ഇവിടെ വെക്കാം. കൈയൊക്കെ വിറക്കുന്ന കേസ്. നമുക്ക് അമ്മച്ചിക്കിട്ടൊരു പണിയും കൂടെ കൊടുക്കണം. ചിരിക്കണ്ട, ഞാൻ കൊല്ലും ഒരു സമയം. നമുക്ക് ഇവിടെ ഏറ്റ് ഒച്ചയാക്കാം. നമുക്ക് ഇവിടെ പതുങ്ങി ഇരിക്കാം. ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രാനി അമ്മച്ചി കയറും. അപ്പോൾ നമുക്ക് ഈ വാലടക്കുക. അടുത്ത കുറ്റി ഇടുക. എന്തൊരു സാധനം ഓണാക്കാനുണ്ട്, അത് ഓണാക്കുക. കയറി തോറ്റ് അറിയാതെ ഞാനൊരു മിസ്റ്റേക്ക് കാണിച്ചു പോയി. ഞാൻ കയറിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ ശരിക്കും കയറിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു പണി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ഉള്ളിൽ കയറാം. നമുക്ക് ഇതിലേ കയറുക. ഇവിടെ കയറാം. നമുക്ക് കുനിയാം. നമുക്ക് ഇവിടെ കാക്കയുണ്ട്. കാക്കേനെ ഓടിക്കാം. കാക്കേൻ്റെ എന്താ റിമോട്ട്. സിവർ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്റ്റിക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് പാഡിലേക്ക് വേണം. അത് ചിലപ്പം ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തുറക്കുന്ന സ്ഥലത്തുണ്ടാവും. പിന്നെ ചെയിൻ കട്ടർ നമുക്ക് ആ റിമോട്ട് വെച്ച് തുറക്കുമ്പം അവിടെയും കിട്ടുമായിരിക്കും ചെയിൻ കട്ടർ. അപ്പോൾ നമുക്ക് സിവർ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പം ഗ്രാനി ഉമ്മ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നേരെ വെള്ളത്തിൻ്റെ ഒച്ച കേട്ട് വരുമോ ഒന്നും അറിയില്ല. ഇവിടെ ആയിരിക്കും റെസ്റ്റ് പാഡിലൊക്കെ ഉണ്ടാവുക. അവിടെ ഒരു ട്രാപ്പ് ഇട്ടിട്ടുണ്ട് വഴിയിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമ്മച്ചീനെ ഒന്ന് കുടിക്കാൻ പറ്റുമോ നോക്കാം. നേരത്തെ ചെയ്ത മിസ്റ്റേക്ക് വരാണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഗ്രാനി അമ്മച്ചി പോകുന്ന കാണുമ്പോൾ മാത്രം ഡോർ അടക്കാം, അല്ലെങ്കിൽ ഡോർ അടക്കണ്ട. എന്താ ഗ്രാനി അമ്മച്ചി വരാത്തെ? അറിയില്ല എന്താ വരാത്തത്. വരുമായിരിക്കും. വാ
ഗ്രാനി അമ്മച്ചി കുറേ നേരമായില്ലേ വെയിറ്റ് ചെയ്യുന്നത്. 10 മിനിറ്റായോ? ഒരു 13 മിനിറ്റിൽ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കണം. വരുന്നുണ്ട്. ഉള്ളിലെന്താ കയറാത്ത? കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ കാറിൻ്റെ ഇവിടെ എന്താ നോക്കാം. ഇത് കൊണ്ടാക്കില്ല. നമുക്ക് ഷോട്ട് ഗണ്ണ് റെഡിയാക്കണം. നമുക്ക് അടുക്കളയിലേക്കൊന്ന് പോവാം. അവിടെ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ട് ഉണ്ടാവും. സ്പെഷ്യലിറ്റി അറിയാം. പിക്ചർ ഓഫ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എസ്കേപ്പ് പറ്റുമോ എന്നറിയില്ല. ശ്രമിക്കാം. സിവർ എസ്കേപ്പ് മെയിനായിട്ട് നോക്കാം. അയ്യോ, വഴി മാറിപ്പോയി. നമുക്ക് ഡോറ് തുറക്കാം. അപ്പോൾ നമ്മൾ തോക്ക് സെറ്റാക്കിയിട്ടുണ്ട്, ഷോട്ട് ഗൺ. ഇനി നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് എടുക്കാം. എല്ലാം നമുക്ക് ആദ്യം എടുത്തു വെക്കാം ഗൈസ്, അതാ നല്ലത്. ഇനി നമുക്ക് അമ്മച്ചി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അമ്മച്ചിക്കൊന്ന് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. അമ്മച്ചി എപ്പം വരുന്നു അപ്പം നമ്മളിത് പൊട്ടിക്കും. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. ഒന്ന് സൗണ്ടാക്കാം. അല്ല, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സൗണ്ടാക്കാം. അപ്പം 2 ഡോറുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡോറിലേക്ക് കൂടി ആയിരിക്കും ഗ്രാനി വരിക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് സൗണ്ടാക്കി നോക്കാം. ഉണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് കൂടിയോ വരുന്നുണ്ട്. നടക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഇതിലേക്ക് കൂടി ആയിരിക്കുന്ന ജെൻസ്. ഹെഡ് ഷോട്ട് പൊട്ടിക്കണ്ട, മോശമാണ്. നമ്മളിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് 30 സെക്കൻഡാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 കാര്യം ചെയ്യാനുണ്ട്. ഒന്ന് ഇതെടുക്കുക, എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. അയ്യോ, സ്ഥലം മാറിപ്പോയി. ഇങ്ങോട്ട് പോവാ. അയ്യോ, ഇവിടെയും അല്ല. എന്തെങ്കിലും സ്ഥലം മാറിപ്പോന്നെ. സമയം കുറച്ചേ ഉള്ളൂ. സ്പീഡ് പോ. നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒന്ന് വെടിവെക്കാം. നമ്മൾ വെടിവെച്ചിട്ടുണ്ട്. നമുക്ക് ലാഭായി. നമുക്കൊരു ഫ്രീസ് ട്രാപ്പും കിട്ടി. നമുക്ക് ഈ ട്രാപ്പ് ഇവിടെ ഇടാം. ട്രാപ്പ് ഇവിടെ വൃത്തിക്കിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ തോക്കെടുക്കാം. ഗായ്സ്, നിങ്ങൾ ക്ഷമിക്കണം, അറിയാതെ റെക്കോർഡർ കൈതട്ടി ഓഫായിപ്പോയി. എൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും വരും. അപ്പം വെയിറ്റ് ചെയ്യുക.